നമസ്കാരം. ±0.25 mm കൃത്യതയോടെ സ്മൂത്ത് ഫയൽ ഉപയോഗിച്ചുള്ള ഫയലിംഗ് സ്റ്റെപ്സും ഫിനിഷിങ്ങും എന്ന ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. ഈ സെഷനിലെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷൻ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവ ചെയ്യാനാവും. വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് അളവുകൾ മാർക്ക് ചെയ്യുക. ഹാക്സോയിങ്ങിലൂടെ മെറ്റൽ കട്ട് ചെയ്യുക. ±0.25 mm ആക്യുറസിയിലേക്ക് ഫയൽ ആൻഡ് ഫിനിഷ് സ്റ്റെപ്പ് ചെയ്യുക. ഫിറ്റിങ്ങിനെ കുറിച്ച് പഠിക്കാം. ആവശ്യമായ ഫിറ്റ് ലഭ്യമാക്കാൻ ആവശ്യമായ വലിപ്പത്തിലേക്കോ രൂപത്തിലേക്കോ അളവോ രൂപമോ കൊണ്ടുവന്ന ശേഷം പാർട്ടുകളുടെ അസംബ്ലിയുമായി ബന്ധപ്പെട്ടതാണ് ഫിറ്റിംഗ്. ഫിറ്റിങ്ങിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ സാധാരണയായി ഒരു വർക്ക് ബെഞ്ചിലാണ് നടത്തുന്നത്. ഒരു ഫിറ്റിംഗ് ഷോപ്പിൽ നടത്തുന്ന വിവിധ പ്രവർത്തനങ്ങൾ മാർക്കിംഗ്, ചിപ്പിംഗ്, സോയിങ്, ഫയലിംഗ്, സ്ക്രേപ്പിംഗ്, ഡ്രില്ലിംഗ്, ത്രെഡ് കട്ടിംഗ് തുടങ്ങിയവയാണ്. ഇതിനാവശ്യമായ ടൂൾസ് ലിസ്റ്റ് ചെയ്യാം. സ്റ്റീൽ റൂൾ, ഡോട്ട് പഞ്ച്, ബെഞ്ച് വൈസ്, ബാൽപീൻ ഹാമർ, ഡ്രില്ലിംഗ് മെഷീൻ, ഡ്രിൽ ബിറ്റ്, ചിസിൽ, വെർനിയർ കാലിപ്പർ, ഫയൽ, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, ഹാക്സോ ബ്ലേഡ് വിത്ത് ഫ്രെയിം, സർഫേസ് ടേബിൾ, സ്ക്രൈബർ, വെർനിയർ ഹൈറ്റ് ഗേജ്, ട്രൈ സ്ക്വയർ, മൈക്രോമീറ്റർ, മാർക്കിംഗ് മീഡിയ, ആംഗിൾ പ്ലേറ്റ്സ്. നമുക്ക് സ്മൂത്ത് ഫയൽ ഉപയോഗിച്ച് ±0.25 mm ആക്യുറസിയിലേക്കുള്ള ഫയലിംഗ് സ്റ്റെപ്പ് ആൻഡ് ഫിനിഷിങ്ങിനുള്ള നടപടിക്രമങ്ങൾ പഠിക്കാം. സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് റോ മെറ്റീരിയൽ സൈസ് പരിശോധിക്കുക. വിവിധ ഗ്രേഡ് ഫയലുകൾ ഉപയോഗിച്ച് വർക്ക് പീസിൻ്റെ എല്ലാ ഫേസുകളും ഫയൽ ചെയ്യുക. ഒരു ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് പാരലലിസം, പെർപെൻഡിക്കുലാരിറ്റി എന്നിവ ഉറപ്പാക്കുക. ഫേസ് എയിൽ മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക. ഒരു സർഫേസ് ടേബിളിൽ വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് വർക്ക് പീസ് 45 mm × 45 mm സൈസിലേക്ക് മാർക്ക് ചെയ്യുക. ഡോട്ട് പഞ്ച്, ബാൽപീനർ ഹാമർ എന്നിവ ഉപയോഗിച്ച് മാർക്ക് ചെയ്ത ലൈനുകൾ വിറ്റ്നസ് മാർക്ക് ചെയ്യുക. വർക്ക് പീസ് 45 mm × 45 mm സൈസിലേക്ക് ഫയൽ ചെയ്ത് ഫിനിഷ് ചെയ്യുക. ഒരു ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് പാരലലിസം, പെർപെൻഡിക്കുലാരിറ്റി എന്നിവ ഉറപ്പാക്കുക. ഫേസ് എയിൽ മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക. ഒരു വെർനിയർ ഹൈറ്റ് ഗേജും ആംഗിൾ പ്ലേറ്റും ഉപയോഗിച്ച് ഫേസ് ബിയിൽ നിന്നും 15 mm, 30 mm എന്നീ അകലങ്ങളിൽ പാരലൽ ലൈനുകൾ മാർക്ക് ചെയ്യുക. ഒരു വെർനിയർ ഹൈറ്റ് ഗേജും ആംഗിൾ പ്ലേറ്റും ഉപയോഗിച്ച് ഫേസ് സിയിൽ നിന്നും 15 mm
ഇൻറ്റു 30 mm എന്നീ അകലങ്ങളിൽ പാരലൽ ലൈനുകൾ മാർക്ക് ചെയ്യുക. ഡോട്ട് പഞ്ച്, ബാൽപീൻ ഹാമർ എന്നിവ ഉപയോഗിച്ച് പാർട്ട് 1ലെ പ്രൊഫൈൽ ലൈനുകൾ വിറ്റ്നസ് മാർക്ക് ചെയ്യുക. ഡ്രോയിങ് അനുസരിച്ച് അധിക മെറ്റീരിയൽ സോയിങ്ങിലൂടെ കട്ട് ചെയ്ത് മാറ്റുക. സ്മൂത്ത് ഫയൽ ഉപയോഗിച്ച് ഡ്രോയിങ് അനുസരിച്ച് ഫയൽ സ്റ്റെപ്സ് ചെയ്യുക. ഔട്ട്സൈഡ് മൈക്രോമീറ്റർ ഉപയോഗിച്ച് ജോബ് സൈസ് അളക്കുക. ±0.25 mm ആക്യുറസി നിലനിർത്തി അളക്കുക. ട്രൈസ്ക്വയർ ഉപയോഗിച്ച് സ്ക്വയർനെസ് പരിശോധിക്കുക. സമാനമായി ഡ്രോയിങ് അനുസരിച്ച് അധിക മെറ്റീരിയൽ സോയിങ്ങിലൂടെ കട്ട് ചെയ്ത് മാറ്റുക. സ്മൂത്ത് ഫയൽ ഉപയോഗിച്ച് ഡ്രോയിങ് അനുസരിച്ച് ഫയൽ സ്റ്റെപ്പ് ചെയ്യുക. ഔട്ട്സൈഡ് മൈക്രോമീറ്റർ ഉപയോഗിച്ച് ജോബ് സൈസ് അളക്കുക. ട്രൈസ്ക്വയർ ഉപയോഗിച്ച് സ്ക്വയർനെസ് പരിശോധിക്കുക. സ്മൂത്ത് ഫയൽ ഉപയോഗിച്ച് ജോബ് ഫിനിഷ് ചെയ്ത് ഡീബർ ചെയ്യുക. സമാനമായി പാർട്ട് ബി ഡ്രോയിങ് പ്രകാരം ഫിനിഷ് ചെയ്യുക. പാർട്ട് എയും പാർട്ട് ബിയും ഡ്രോയിങ് പ്രകാരം പരസ്പരം മാച്ച് ചെയ്യുക. ഒരു നേരിയ കോട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് മൂല്യനിർണ്ണയത്തിനായി സൂക്ഷിക്കുക. നമ്മൾ പഠിച്ചത് ഒന്നുകൂടി നോക്കാം. വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് അളവുകൾ മാർക്ക് ചെയ്യുക. ഹാക്സോയിലൂടെ മെറ്റൽ കട്ട് ചെയ്യുക. ±0.25 mm ആക്യുറസിയിലേക്ക് ഫയൽ ആൻഡ് ഫിനിഷ് സ്റ്റെപ്സ് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് സ്മൂത്ത് ഫയൽ ഉപയോഗിച്ചുള്ള ഫയലിംഗ് സ്റ്റെപ്സിനെയും ഫിനിഷിങ്ങിനെയും കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ആശയങ്ങളും എക്സസൈസുകളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.